Hi all. Pyokium 2025 ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Let f be the function defined by f of n is equal to remainder when n raised to n is divided by 7 for all positive integers n, and find the smallest positive integer t such that f of n plus t is equal to f of n for all positive integers n. ഓക്കെ, അപ്പോൾ എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്നിനും എന്താണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു റിമൈൻഡർ. അപ്പോൾ ഞാനിപ്പോൾ എൻ ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ എഫ് ഓഫ് 1 എന്തായിരിക്കും? എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു നമ്മൾ 1 എൻ റേസ് ടു എന്നിനെ ഡിവൈഡ് ചെയ്യണം 7 കൊണ്ട്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുക? 1 എന്നാണ് റിമൈൻഡർ കിട്ടുക. സോ 1 എൻ എഴുതാം. സോ 1 ആൻഡ് എൻ ഈക്വൽ ടു 2 ഞാൻ കൊടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 റേസ് ടു 2. അതായത് എൻ റേസ് ടു എൻ എന്ന് പറയുമ്പോൾ 2 റേസ് ടു 2 നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 4/7. അപ്പോൾ 4 തന്നെയാണ് റിമൈൻഡർ കിട്ടുക. സോ ഇവിടെ റിമൈൻഡർ 4 ആയിരിക്കും. n 3 ഞാൻ കൊടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 3 റേസ് ടു 3 ഡിവൈഡഡ് ബൈ 7 ചെയ്യണം. എന്നിട്ട് റിമൈൻഡർ എത്രയാണെന്ന് നോക്കണം. 3 റേസ് ടു 3 എത്രയാണ്? 3 റേസ് ടു 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ 9 ആണ്. 3 ക്യൂബ് 27/7 നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 7 21 ആണ്. ബാക്കി 6/7 എന്ന് കിട്ടും. അപ്പോൾ റിമൈൻഡർ എത്രയാണ്? 6 ആണ് അവിടെ റിമൈൻഡർ വരുന്നത്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ദിസ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇനി നമ്മൾ n ഈക്വൽ ടു ഇങ്ങനെ പോവും, ഇതിങ്ങനെ പോവും. എന്നിട്ട് n ഈസ് ഈക്വൽ ടു 7 നമ്മൾ എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് 7 എത്രയായിരിക്കും? എഫ് ഓഫ് 7 എന്താണ്? 7 റേസ് ടു 7 നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഒരു നമ്പർ കിട്ടും. അത് എത്രയാണ്? 7 റേസ് ടു 7 എന്നത് 7ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് എഫ് ഓഫ് 7 നമുക്ക് അവിടെ കിട്ടുന്ന റിമൈൻഡർ 0 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും 7 റേസ് ടു 7 ഈസ് കോൺഗ്രുവൻ്റ് ടു 0 മോഡ് 7. ഇതെനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ, 7 റേസ് ടു 7 ഈസ് കോൺഗ്രുവൻ്റ് ടു 0 മോഡ് 7 എന്ന് എഴുതാം. ഇനി എഫ് ഓഫ് എൻ പ്ലസ് ടി എന്നുള്ളത് എന്തായിരിക്കണം? എഫ് ഓഫ് എൻ പ്ലസ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എൻ ആവണം. ഓക്കെ, എഫ് ഓഫ് എൻ പ്ലസ് ടി എൻ ആവണം. അങ്ങനെയാണെങ്കിൽ ടീൻ്റെ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ടിക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എഫ് ഓഫ് എൻ പ്ലസ് ടിയിൽ നമ്മൾ എൻ ഇവിടെ നമ്മൾ 7 എന്നെടുത്തു. ഓക്കെ, അപ്പോൾ n 7 ആകുമ്പോൾ എഫ് ഓഫ് എൻ പ്ലസ് ടി എന്താവും? എഫ് ഓഫ് 7 പ്ലസ് ടി സീക്വൽ ടു എഫ് ഓഫ് 7 ആവണം. എഫ് ഓഫ് 7 നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു. എഫ് ഓഫ് 7 എന്താ? എഫ് ഓഫ് 7 ഈസ് ഈക്വൽ ടു 0 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. അതായത് നമുക്ക് പറയാൻ പറ്റും 7 പ്ലസ് ടി ഓൾ റേസ് ടു 7 പ്ലസ് ടി. ഇതിനെ നമ്മൾ എന്താക്കണം? ഇതിനെ നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം അവിടുത്തെ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? കാരണം എന്താ? ഇവിടെ എഫ് ഓഫ് 7 0 ആണ് എന്നതിൻ്റെ മീനിങ് എന്താ? 7 റേസ് ടു 7 നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടുത്തെ റിമൈൻഡർ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? 7 പ്ലസ് ടി ഓൾ റേസ് ടു 7 പ്ലസ് ടീനെ നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടുത്തെ റിമൈൻഡർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സോ ഇത് 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 7 പ്ലസ് ടി ഓൾ റേസ് ടു 7 പ്ലസ് ടി നമുക്ക് 7 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 7 പ്ലസ് ടി എന്നുള്ള നമ്പറും നമുക്ക് എന്തായിരിക്കണം? 7 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ 7 പ്ലസ് ടീനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴും ഇവിടെ ഒരു മോഡ് 7 ഉണ്ട്. ഓക്കെ, 7 പ്ലസ് ടി ഈസ് കോൺഗ്രുവൻ്റ് ടു 0 മോഡ് 7 എന്ന് പറയാൻ പറ്റണം. കാരണം എന്താ? 7 പ്ലസ് ടി ഓൾ റേസ് ടു 7 പ്ലസ് ടി ഈസ് ഡിവിസിബിൾ ബൈ 7 ആണെങ്കിൽ 7 പ്ലസ് ടിയും എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് 7 പ്ലസ് ടി കോൺഗ്രുവൻ്റ് ടു 0 മോഡ് 7 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഈ ഒരു 7 പ്ലസ് ടി എന്നുള്ള നമ്പറിൽ നിന്ന് ഇതൊരു 7ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതിൽ നമ്മൾ ഒരു 7 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും എന്തായിരിക്കും? അതും 7ൻ്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 7 സബ്സ്ട്രാക്ട് ചെയ്താൽ എനിക്ക് എഴുതാൻ പറ്റും ടി ഈസ് കോൺഗ്രുവൻ്റ് ടു 0 മോഡ് 7. ഓക്കെ, അപ്പോൾ ടീനെ നമ്മൾ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന റിമൈൻഡർ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ടി എന്നത് ഒരു 7ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ടി ഈസ് ഈക്വൽ ടു ഞാൻ എഴുതി 7ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 7k എന്ന് ഞാൻ വെറുതെ എഴുതി. ഓക്കെ, 7ൻ്റെ മൾട്ടിപ്പിൾ ആണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു ഇക്വേഷനായിട്ട് ഞാൻ എഴുതി. ഇപ്പോൾ നമുക്ക് മനസ്സിലായി n നമ്മൾ 7 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ടി ഒരു 7ൻ്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടുന്നുണ്ട്. n നമ്മൾ 7 എടുത്തപ്പോഴാണ് ടി മൾട്ടിപ്പിൾ ആണ് 7ൻ്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടിയത്. അപ്പോൾ n ഇനി 7 അല്ലാത്ത കേസസ് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കേസസ് നോക്കി നോക്കാം. നമുക്കറിയാം എഫ് ഓഫ് എൻ പ്ലസ് ടി എന്തായിരിക്കണം? ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എൻ ആയിരിക്കണം. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്താ? എഫ് ഓഫ് എൻ പ്ലസ് ടി എന്ന് പറഞ്ഞാൽ എൻ പ്ലസ് ടി ഓൾ റേസ് ടു എൻ പ്ലസ് ടി ഈസ് ഈക്വൽ ടു
n റേസ് ടു n mod 7. ഓക്കെ, n പ്ലസ് ടി ഓൾ റേസ് ടു n പ്ലസ് ടി, അത് തന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ 7 റേസ് ടു 7 ഈസ് കോൺഗ്രൻറ്റ് ടു 0 mod 7 എന്ന് പറഞ്ഞു. അത് ഈക്വൽ ടു 7 പ്ലസ് ടി ഓൾ റേസ് ടു 7 പ്ലസ് ടി കോൺഗ്രൻറ്റ് ടു 0 mod 7 എന്ന് എഴുതി. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും n പ്ലസ് ടി ഓൾ റേസ് ടു n പ്ലസ് ടി ഈസ് കോൺഗ്രൻറ്റ് ടു എന്താന്ന് പറയാൻ പറ്റും, n റേസ് ടു n mod 7 ആണെന്ന് പറയാൻ പറ്റും. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, n പ്ലസ് ടി ഓൾ റേസ് ടു n ഇൻറ്റു n പ്ലസ് ടി ഓൾ റേസ് ടു ടി എന്ന് എഴുതാം. ഓക്കെ, ദിസ് ഈസ് കോൺഗ്രൻറ്റ് ടു n റേസ് ടു n mod 7 ആണെന്ന് പറയാം. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ n പ്ലസ് ടി ഓൾ റേസ് ടു n ബൈനോമിയൽ തിയറം വെച്ച് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു n റേസ് ടു n വരും. ഓക്കെ, n റേസ് ടു n വരും. ഇനി ബാക്കി അങ്ങോട്ടുള്ള ഏത് ടേം നിങ്ങൾ എടുത്ത് നോക്കിയാലും അതിലൊക്കെ ടി ഉണ്ടാവും. ഓക്കെ, അതിലൊക്കെ ടി ഉണ്ടാവും. നമുക്കറിയാം ടി എന്നത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇവിടെ നമ്മൾ ടി ഈക്വൽ 7k എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ടി 7ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ n റേസ് ടു n മാത്രമേ അവിടെ 7ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് ഉണ്ടാവുള്ളൂ. ആ ഒരു ബൈനോമിയൽ എക്സ്പാൻഷനിൽ n റേസ് ടു n മാത്രമേ 7ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാത്രം നമുക്കിവിടെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇതിൻ്റെ n പ്ലസ് ടി ഓൾ റേസ് ടു ടി, അതിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ടി 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ n പ്ലസ് ടി ഓൾ റേസ് ടു എന്നിൽ അതിലും എന്താണ് n റേസ് ടു ടി മാത്രമേ എന്തുണ്ടാവുള്ളൂ, 7ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ടി ഉള്ള ടേംസ് ആണ്, അതായത് ടി 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ബാക്കി എല്ലാ ടേംസും ഈ ഒരു എക്സ്പാൻഷനിൽ ബാക്കി എല്ലാ ടേംസും 7ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഈ ഒരു ടോട്ടൽ എക്സ്പാൻഷനിൽ n റേസ് ടു n ഇൻറ്റു n റേസ് ടു ടി മാത്രമേ എന്തുണ്ടാവുള്ളൂ, 7ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ദിസ് ഈസ് കോൺഗ്രുവൻറ്റ് ടു n റേസ് ടു n mod 7 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, കാരണം ബാക്കിയൊക്കെ 7ൽ ഡിവിസിബിൾ ആയി പോകുന്ന ടേംസ് ആണ്, ഇത് മാത്രമാണ് ഡിവിസിബിൾ ആയി പോവാത്ത ടേംസ് ഉള്ളത്. സോ ഇങ്ങനെ നമുക്ക് എഴുതാം, n റേസ് ടു n ഇൻറ്റു n റേസ് ടു ടി ഈസ് കോൺഗ്രുവൻറ്റ് ടു n റേസ് ടു n mod 7 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ എന്താണ്, നമുക്ക് ഇവിടുന്ന് എന്നും n റേസ് ടു n റേസ് ടു n ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ നമുക്ക് n റേസ് ടു ടി ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 7 എന്ന് കിട്ടും. ഓക്കെ, n റേസ് ടു ടി ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 7 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫെർമാറ്റ് ലിറ്റിൽ തിയറം. ഫെർമാറ്റ് ലിറ്റിൽ തിയറം എന്ന് പറഞ്ഞിട്ടൊരു തിയറം നമ്മൾ പഠിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ a റേസ് ടു p മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്ന് നമുക്ക് പറയാൻ പറ്റും. എപ്പോഴാണ് അങ്ങനെ പറയാൻ പറ്റുക, p ഒരു പ്രൈം നമ്പർ ആയിരിക്കണം, a ഒരു ഇൻറ്റിജർ ആയിരിക്കണം, ആൻഡ് GCD ഓഫ് a, p ഈസ് എത്രയായിരിക്കണം, 1 ആയിരിക്കണം. അതായത് എക്കും പിക്കും കോമൺ ആയിട്ട് എന്താണ് വേറെ മൾട്ടിപ്പിൾസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കേസ് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം എന്താ, n എന്ന് പറയുന്നത് നമുക്കറിയാം 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, അപ്പോൾ n-ഉം 7-ഉം ഇവിടെ നമ്മൾ എന്ത് എടുക്കും, ഈക്വൽ ടു n, p ഈക്വൽ ടു എന്താണ് 7 ആണ്. നമ്മുടെ കേസിൽ a ഈക്വൽ ടു n-ഉം p ഈക്വൽ ടു 7-ഉം ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ a റേസ് ടു p മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്നത് നമുക്കിവിടെ എങ്ങനെ എഴുതാൻ പറ്റും, ഇവിടെ നമുക്ക് p 7 ആണ്, p ഒരു പ്രൈം നമ്പർ തന്നെയാണ്. ഓക്കെ, കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫെർമാറ്റ് ലിറ്റിൽ തിയറം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, a ഈക്വൽ ടു n ആണ്. അപ്പോൾ n റേസ് ടു p മൈനസ് 1 എന്ന് പറയുമ്പോൾ 7 മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്ന് പറയുമ്പോൾ mod 7 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതെന്താണ് n റേസ് ടു 6 കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്ന് നമുക്ക് പറയാൻ പറ്റും. സോറി, mod p അല്ല, mod 7. ഓക്കെ, p ഈക്വൽ ടു 7 ആണ്, അപ്പോൾ mod 7 എന്ന് പറയാൻ പറ്റും. ഇനി നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഈ ഒരു ഇക്വേഷനും കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടി എന്നത് എന്താണെന്ന് മനസ്സിലാവും. ടി ഒരു 6ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ടി എന്നുള്ളത് 6ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഞാൻ ടി ഈസ് ഈക്വൽ ടു 6q എന്ന് കൊടുത്തു. ഓക്കെ, 6ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാൻ വേണ്ടി മാത്രം. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ എന്താ മനസ്സിലായി, ടി എന്താണ്, ഇവിടെ നമ്മൾ ആദ്യം നമുക്ക് കിട്ടി ടി ഈസ് ഈക്വൽ ടു ടി ഒരു 7ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടി. സെക്കൻഡ് കണ്ടീഷൻ വെച്ച് നമ്മൾ നോക്കിയപ്പോൾ ടി ഒരു 6ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദി സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ടി സച്ച് ദാറ്റ് എന്താണ് എഫ് ഓഫ് എൻ പ്ലസ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എൻ ആവണം ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എൻ. അപ്പോൾ ടി 7ൻ്റെയും 6ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 7ൻ്റെയും 6ൻ്റെയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്മോളസ്റ്റ് നമ്പർ ഏതാണ്, 6 × 7 ആണ്. 6 × 7 ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 42. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എത്ര ആൻസർ വരുന്നത്, ആൻസർ ഈസ് ദ നമ്പർ ഈസ്
p is equal to 42. Okay.